ഈ പറഞ്ഞതുപോലെ രണ്ട് ധ്യാനങ്ങളുണ്ട്. അതായത് രണ്ട് തരത്തിലുള്ള ധ്യാനം. അതിലേതെങ്കിലും ഒരു ധ്യാനം മതി. ഈ ലക്ഷ്മി ഗണപതിക്ക് തന്നെ രണ്ട് ധ്യാനമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ആ രണ്ട് ധ്യാനം നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഏതായാലും അതിൽ ഒരു ധ്യാനം എന്ന് പറഞ്ഞ രണ്ട് ശ്ലോകമുണ്ട്. രണ്ട് ശ്ലോകം കൂടിയിട്ടാണ് ഒരു ധ്യാനം. അപ്പൊ ആദ്യത്തെ ഒരു ശ്ലോകം നോക്കാം. ഒരു ശ്ലോകമല്ല, ആദ്യത്തെ ഒരു ധ്യാനം. ഗദാബീജപൂരേ ധനുശൂലചക്രേ. ഒരു വരിയായി. ധനുശൂലചക്രേ ഗദാബീജപൂരേ ധനുശൂലചക്രേ സരോജോൽപലേ. അടുത്ത വരിയാണേ, രണ്ടാമത്തെ വരിയില് സരോജോൽപലേ പാശധാന്യാഗ്രദന്താൻ സരോജോൽപലേ പാശധാന്യാഗ്രദന്താൻ. മൂന്നാമത്തെ വരി കരൈസന്ദധാനം സ്വശുണ്ഡാഗ്രരാജൻ അവിടെ ആ വരി തീരുന്നില്ല. ശരിക്കും വരി തീരും, പക്ഷെ അടുത്ത വരിയും കൂടി ആയാലാണ് ഈ പദം മുഴുവനാവുക. അപ്പൊ ഈ വരിയിലുള്ള ഇത് മാത്രം എഴുതാം. അപ്പോ രാജൻ എന്ന് കഴിഞ്ഞിട്ട് ഒരു വരയിട്ടാൽ മതി എന്നർത്ഥം. അല്ലെങ്കിൽ രാജ എന്ന് എഴുതിയിട്ട് ഒരു വരയിട്ടാലും മതി. എന്നിട്ട് കൂട്ടി എഴുതാം അടുത്ത വരിയിൽ, അങ്ങനെ ആവാം. സ്വശുണ്ഡാഗ്രരാജൻ ഒരു വരയിടുക. എന്നിട്ട് അടുത്ത വരിയില് മണി, രാജൻ മണി എന്ന് വരും എന്നർത്ഥം. രാജൻ മണി കുംഭ മങ്കാധിരൂഢം മണീകുംഭം അങ്കാതിരൂഢം എന്നാണ്. മണീകുംഭമങ്കാധിരൂഢം സ്വപത്ന്യാ മണീകുംഭമങ്കാധിരൂഢം സ്വപത്ന്യാ. അപ്പൊ അത് നാലാമത്തെ വരിയായി. അപ്പോൾ ആ ഒരു ശ്ലോകം കഴിഞ്ഞു. ഒരു ശ്ലോകം കൂടി ഉണ്ട് ഈ ധ്യാനത്തില്. ഒരു ശ്ലോകം കൂടി ഉണ്ട് ഈ ധ്യാനത്തിന് എന്നർത്ഥം. പിന്നെ രണ്ടാമത്തെ ശ്ലോകം. സരോജന്മനാ
സരോജന്മനാ ഭൂഷണാനാം സരോജന്മനാ ഭൂഷണാനാം ഭരേണ ദീർഘമായിട്ട് അവിടെയും ഭരേണ എന്ന് കഴിഞ്ഞിട്ട് ഒരു വരയിട്ട് വെക്കാം. അടുത്ത വരിയും കൂടി ആവണം, ഒരുമിച്ച് കൂടി വരും എന്നർത്ഥം. ഭരേണ സരോജന്മനാ ഭൂഷണാനാം ഭരേണ. അടുത്ത വരിയില് ഭരേണ എന്ന് കഴിഞ്ഞിട്ട് ആ ജ്വ ഒരുമിച്ച് കൂടി വരണം. അപ്പൊ ഇവിടെ എഴുതുമ്പോ ജ്വലധസ്ത തന്വ്യ എന്ന് എഴുതുക. ആജ്വലധസ്ത തന്വ്യ എന്നാണ്. ആജ്വലധസ്ത ജ്വലധസ്ത ജ്വലത് ഹസ്ത, അതാണ് ജ്വലധസ്ത തന്വ്യ. ജ്വലധസ്ത തന്വ്യ സമാലിംഗിതാംഗം. സമാലിംഗിതാംഗം സമാലിംഗിതാംഗം സരോജന്മനാ ഭൂഷണാനാം ഭരേണാജ്വലധസ്തതന്വ്യാ സമാലിംഗിതാംഗം. രണ്ട് വരിയായി. ഇനി മൂന്നാമത്തെ വരി. കരീന്ദ്രാനനം 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 ചന്ദ്രചൂഡം 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 ത്രിനേത്രം ത്രിനേത്രം കരീന്ദ്രാനനം ചന്ദ്രചൂഡം ത്രിനേത്രം അടുത്ത വരി. ജഗന്മോഹനം 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 രക്തകാന്തിം ഭജേഹം. ജഗന്മോഹനം രക്തകാന്തിം ഭജേഹം. ജഗന്മോഹനം രക്തകാന്തിം ഭജേഹം. ഇത്രയും ഒരു ധ്യാനം ആയി. ആ രണ്ട് ശ്ലോകം അടങ്ങുന്ന ഈ ധ്യാനം ഒന്ന് ചൊല്ലാം. ഗദാബീജപൂരേ ധനുശൂലചക്രേ സരോജോൽപലേ പാശധാന്യാഗ്രദന്താൻ കരൈസന്ദധാനം സ്വശുണ്ഡാഗ്രരാജൻ മണീകുംഭമങ്കാധിരൂഢം സ്വപത്ന്യാ സരോജന്മനാഭൂഷണാനാം ഭരേണാജ്വലധസ്തതന്വ്യാ സമാലിംഗിതാംഗം കരീന്ദ്രാനനം ചന്ദ്രചൂഡം ത്രിനേത്രം ജഗന്മോഹനം രക്തകാന്തിം ഭജേഹം. ഇതാണ് ആ ഒരു ധ്യാനം. ഇതിനു പുറമെ ഒരു ധ്യാനവും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ധ്യാനവും കൂടി ഇന്ന് തൽക്കാലം എഴുതി ഇന്നൊന്ന് ചൊല്ലി പഠിക്കാം. ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം അടുത്ത ദിവസം പറയാം. അതായിരിക്കും നല്ലത് തോന്നുന്നു. അപ്പോ ഇതിപ്പോ ഒരു ധ്യാനം പൂർത്തിയായി. ഇനിയിപ്പോ രണ്ടാമത്തെ ഒരു ധ്യാനവും കൂടി, ലക്ഷ്മി ഗണപതിയുടെ, ലക്ഷ്മി വിനായകന്റെ രണ്ടാമത്തെ ഒരു ധ്യാനവും കൂടി പറയാണ്. ലക്ഷ്മി ഗണപതിയുടെ രണ്ടാമത്തെ ധ്യാനം.
4 വരി ആയിട്ടുള്ള ഒരു ശ്ലോകം തന്നെയാണ്. ബിഭ്രാണ ബിഭ്രാണ ശുക ബീജപൂരക, അതൊക്കെ ഒരുമിച്ച് അങ്ങനെ എഴുതാം. ശുക ബീജപൂരക ശുക ബീജപൂരക മിളന്മാണിക്യ 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 കുംഭാങ്കുശാൻ മാണിക്യ കുംഭാങ്കുശാൻ മാണിക്യ കുംഭാങ്കുശാൻ ബിഭ്രാണ ശുകബീജപൂരക മിളന്മാണിക്യ കുംഭാങ്കുശാൻ. രണ്ടാമത്തെ വരി. ഇനി രണ്ടാമത്തെ വരിയാണ്. പാശം പാശം കൽപ്പലതാം ച കൽപ്പലതാം ച പാശം കൽപ്പലതാം ച പാശം കൽപ്പലതാം ച ഖഡ്ഗവിലസദ്യോതി ഖഡ്ഗവിലസദ്യോതി സുധാനിർജര സുധാനിർജര ഖഡ്ഗവിലസദ്യോതി സുധാനിർജര ഖഡ്ഗവിലസൽ ജ്യോതി സുധാനിർജര പാശം കൽപ്പലതാഞ്ച ഖഡ്ഗവിലസദ്യോതി സുധാനിർജര. 2 വരിയായി. ഇനി മൂന്നാമത്തെ വരി. ശ്യാമേനാത്ത സരോരുഹേണ ശ്യാമേനാത്ത സരോരുഹേണ ശ്യാമേനാത്ത സരോരുഹേണ ശ്യാമേനാത്ത സരോരുഹേണ ശ്യാമേനാത്ത സരോരുഹേണ ശ്യാമേനാത്ത സരോരുഹേണ സഹിതം ശ്യാമേനാത്ത സരോരുഹേണ സഹിതം ശ്യാമേനാത്ത സരോരുഹേണ സഹിതം ദേവീദ്വയം ചാന്തികേ ദേവീദ്വയം ചാന്തികേ ദേവീദ്വയം ചാന്തികേ ദേവീദ്വയം ചാന്തികേ ശ്യാമേനാത്ത സരോരുഹേണ സഹിതം ദേവീദ്വയം ചാന്തികേ ഗൗരാംഗോ 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 വരദാനഹസ്തസഹിതോ ഗൗരാംഗോ വരദാനഹസ്തസഹിതോ ഗൗരാംഗോ വരദാനഹസ്തസഹിതോ
ഗൗരാംഗോ വരദാന ഹസ്തസഹിതോ ലക്ഷ്മീ ഗണേശോവതാൽ. ലക്ഷ്മീ ഗണേശോവതാൽ. ലക്ഷ്മീ ഗണേശോവതാൽ. ലക്ഷ്മീ ഗണേശോവതാൽ. ലക്ഷ്മീ ഗണേശോവതാൽ. ഗൗരാംഗോ വരദാന ഹസ്തസഹിതോ ലക്ഷ്മീ ഗണേശോവതാൽ. ബിഭ്രാണ ശുകബീജപൂരകമിളൻ മാണിക്യ കുംഭാങ്കുശാൻ പാശം കൽപ്പലതാഞ്ച ഖഡ്ഗവിലസദ്യോതിസുധാനിർജര ശ്യാമേനാത്തസരോരുഹേണ സഹിതം ദേവീദ്വയം ചാന്തികേ ഗൗരാംഗോ വരദാന ഹസ്തസഹിതോ ലക്ഷ്മീ ഗണേശോവതാൽ. ഇതാണ് ധ്യാനം.